പണ്ട് വളരെ യാദൃശ്ചികമായി തിയേറ്ററിൽ കണ്ടൊരു ഹിന്ദി സിനിമ. സ്വാഭാവികമായും എന്റെ ഒരു സിനിമാസ്വാദന രീതി വെച്ച് ഇതുപോലൊരു റാൻഡം ബോളിവുഡ് ആക്ടറുടെ ഒരു റാൻഡം സിനിമ കാണാൻ ഞാൻ ഒരിക്കലും തിയേറ്ററിലേക്ക് പോവില്ല. എന്നാൽ ഒരു ആവശ്യത്തിന് പുറത്തു പോയപ്പോൾ കുറച്ചധികം സമയം കിട്ടുകയും അങ്ങനെ സമയം കൊല്ലാൻ വേണ്ടി കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞിട്ടാണ് ഈ സിനിമയ്ക്ക് കയറുന്നത്. കയറുന്നതിന് മുമ്പ് ഇതിന്റെ അകത്ത് എന്താണുള്ളതെന്ന് അറിയാൻ വേണ്ടി റിവ്യൂ നോക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. തിയേറ്ററിനകത്തുള്ള പോസ്റ്ററിൽ കാണാൻ കഴിയുന്നത് അന്ധനായ നമ്മുടെ നായകൻ ഒരു വാക്കിംഗ് സ്റ്റിക്ക് ഒക്കെ പിടിച്ച് നടക്കുന്നതാണ്. പിന്നെ ആളെ അറിയാം, ആയുഷ്മാൻ ഖുറാന. പണ്ട് ഋത്തിക് റോഷന്റെ പേരിൽ വന്ന ഒരു ഡാൻസ് റിയാലിറ്റി ഷോയുടെ ആങ്കർ ആയിരുന്നു ഇദ്ദേഹം. ഒപ്പം പുള്ളിയുടെ വിക്കി ഡോണർ എന്ന സിനിമയിലെ മൂപ്പര് തന്നെ പാടിയ ഒരു പാട്ട് ഭയങ്കര ഹിറ്റുമായിരുന്നു. സോ സാധാ ലൈറ്റ് ഹാർട്ടഡ് കോമഡി സിനിമകളിൽ മാത്രം അഭിനയിക്കുന്ന നായകന്റെ ഒരു റാൻഡം സിനിമ. സംഗതി കോമഡി ആയിരിക്കും. കണ്ണു കാണില്ല എന്ന് അഭിനയിച്ച് നടക്കുന്ന ഇയാൾക്ക് യഥാർത്ഥത്തിൽ കണ്ണു കാണാം. അങ്ങനെ പലരുടെയും തട്ടിപ്പുകൾ ഇയാൾ നേരിട്ട് കാണുകയും അതിന്റെ പേരിൽ ഉണ്ടാവുന്ന ചില നൂലാമാലകൾ. ഇങ്ങനെയായിരിക്കും കഥ എന്നും ഞാൻ മനസ്സിൽ കുറിച്ചു. അങ്ങനെ പടം തുടങ്ങി. സംഗതി ഏതാണ്ട് ഞാൻ വിചാരിച്ച പോലെ തന്നെ. പക്ഷെ അവിടെ ചെറിയൊരു വ്യത്യാസം. ഇയാൾ എന്താണ് ഒരു ഘട്ടത്തിൽ വെച്ച് നേരിട്ട് കാണുന്നതെന്ന്. അവിടുന്ന് അങ്ങോട്ട് പടം ഒരൊറ്റ പോക്കായിരുന്നു. ലൈഫിൽ തീർത്തും അൺഎക്സ്പെക്ടഡ് ആയി കിട്ടിയ ഒരു ഒന്നൊന്നര തിയേറ്റർ എക്സ്പീരിയൻസ്. കാരണം 0യ്ക്കും താഴെ എക്സ്പെക്ടേഷൻ വെച്ചിട്ടാണ് ഞാൻ അതിന് കയറിയത്. അതും കൂടെയുള്ളവരൊക്കെ ഈ പടത്തിന് കയറുമ്പോൾ വേറെ ചോയ്സ് ഇല്ലാത്തത് കൊണ്ട് മാത്രം കയറി കണ്ടൊരു പടം. പക്ഷെ നമ്മൾ ചിരിപ്പിച്ച് ത്രില്ലടിപ്പിച്ച് പേടിപ്പിച്ച് മുന്നോട്ട് പോയ ഒരു ഒന്നൊന്നര പടമായിരുന്നു ഇത്. പിന്നെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം നമ്മുടെ അണ്ണൻ ഇത് മലയാളത്തിൽ റീമേക്ക് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. പക്ഷെ ഞാൻ അത് കാണാൻ ശ്രമിച്ചിട്ടില്ല. ബിക്കോസ് ഒന്നാമത് അതിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാം. പിന്നെ മറ്റൊന്ന്, ജീവിക്കാൻ വേണ്ടി ചില്ലറ തട്ടിപ്പൊക്കെ നടക്കുന്ന ഒരു സാധാരണ ചെറുപ്പക്കാരൻ ഒരു ഭയങ്കര പ്രശ്നത്തിൽ കുടുങ്ങിപ്പോവുകയും അതിൽ നിന്ന് അയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതുമാണ് ഇതിന്റെ മെയിൻ പ്ലോട്ട്. അപ്പൊ ആയുഷ്മാൻ ഖുറാനെ പോലെ ഒരാൾ ആ പടത്തിന് ആപ്റ്റാണ്. എന്നാൽ അത്യാവശ്യം തണ്ടും തടിയൊക്കെയുള്ള നമ്മുടെ അണ്ണൻ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽപ്പെട്ടാൽ കണ്ണടയൊക്കെ വലിച്ചെറിഞ്ഞ് ഇവരൊക്കെ ഇടിച്ച് പരത്തിയാൽ മാത്രമേ ഒരു സുഖമുള്ളൂ. എന്നാൽ അത് അങ്ങനെയല്ല സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇതിന്റെ മലയാളം കാണാൻ നിന്നിട്ടില്ല.